53ാമത് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് ചുമതലയേറ്റു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. ജസ്റ്റിസ് സൂര്യകാന്ത് ഹരിയാനയിൽ നിന്നുള്ള ആദ്യ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പുതിയ ചീഫ് ജസ്റ്റിസിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. मैं सूर्यकांत जो भारत के उच्चतम न्यायालय का मुख्य न्यायमूर्ति नियुक्त हुआ हूँ, जो भारत के उच्चतम न्यायालय का मुख्य न्यायमूर्ति नियुक्त हुआ हूँ, ईश्वर की शपथ लेता हूँ कि मैं ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മറ്റ് കേന്ദ്രമന്ത്രിമാർ, ജസ്റ്റിസ് സൂര്യകാന്തിന്റെ കുടുംബാംഗങ്ങൾ, വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ഭാഗമായി. 1962 ഫെബ്രുവരിയിൽ ഹരിയാനയിലെ ഹിസാർ ഗ്രാമത്തിൽ കർഷക കുടുംബത്തിലായിരുന്നു സൂര്യകാന്തിന്റെ ജനനം. സംസ്കൃത അധ്യാപകനും കർഷകനുമായ അച്ഛനിൽ നിന്ന് മാറി നിയമവഴിയിലൂടെയായിരുന്നു സൂര്യകാന്തിന്റെ യാത്രകൾ. 1984 നിയമത്തിൽ ബിരുദം. പിന്നീട് കുരുക്ഷേത്ര സർവകലാശാലയിൽ നിന്ന് നിയമത്തിൽ 1ാം ക്ലാസ്സോടുകൂടി ബിരുദാനന്തര ബിരുദം നേടി അഭിഭാഷക വൃത്തിയിലേക്ക്. പിന്നീട് പടിപടിയായി പദവികൾ തേടിയെത്തി. ഹിമാചൽ പ്രദേശിന്റെയും ഹരിയാനയുടെയും ചീഫ് ജസ്റ്റിസ് ചുമതല വഹിച്ചു. 2019 സുപ്രീം കോടതി ജഡ്ജിയായി ചുമതല ഏറ്റെടുത്തു. ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയ ഭരണഘടനാ ബെഞ്ചിന്റെ ഭാഗമായി. 2027 ഫെബ്രുവരി 9 വരെയുള്ള 15 മാസം ജസ്റ്റിസ് സൂര്യകാന്തിന് പദവിയിൽ തുടരാനാകും. കേരളത്തിലെ SIR കേസ് ഉൾപ്പെടെ ഇനി പരിഗണിക്കുന്നത് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ബെഞ്ചാണ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.